ഉരുളൻകിഴങ്ങ് കുമ്പളങ്ങ വെച്ചൊരു കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 6 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് തക്കാളി വേവിക്കുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു തേങ്ങ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ചാറിന്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. 2 ഉരുളൻകിഴങ്ങ് അരിഞ്ഞത്, 1 കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് കുമ്പളങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടച്ച് വെച്ച് മീഡിയം തീയിൽ വേവിച്ച് എടുക്കുക. വെന്തതിന് ശേഷം ഇതിലേക്ക് ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫാക്കുക. രുചികരമായ കുമ്പളങ്ങ ഉരുളൻകിഴങ്ങ് കറി റെഡിയായി. ഇത് അപ്പം, ഇടിയപ്പം, ചോറ്, ചപ്പാത്തിയുടെ കൂടെയും കൂട്ടാനായിട്ട് വളരെ നല്ല കറിയാണ്.